തിരുവനന്തപുരം കൈതമുക്ക് കൊലപാതകത്തിൽ പ്രതികളുമായി ഇപ്പോൾ പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. അല്പം മുൻപ് അവരെ അവിടെ നിന്നും മഞ്ചൂർ സ്റ്റേഷനിൽ നിന്നും ഇറക്കിക്കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുന്നു. പ്രതികൾ ഇരുന്ന ഇടങ്ങളിലാണ് ഇപ്പോൾ തെളിവെടുപ്പിനായി പോലീസ് ഇവരെ എത്തിച്ചിട്ടുള്ളത്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. അതിനു മുൻപ് തെളിവെടുപ്പിനായിട്ടാണ് ഇപ്പോൾ പ്രതികളെ കൊണ്ടുവന്നിട്ടുള്ളത്. വിവരങ്ങൾ രാഹുൽ ജി നാഥ് നൽകും. രാഹുൽ, തെളിവെടുപ്പിനായി ഇപ്പോൾ ഇവിടെ കൃത്യമായി എവിടേക്കാണ് എത്തിച്ചിട്ടുള്ളത്? വിവരങ്ങൾ എന്താണ്? മോത്തി, ഈ കേസുമായി ബന്ധപ്പെട്ട കൊലപാതക കേസിലെ ഒരു പ്രതിയാണ് ഇപ്പോൾ എന്തായാലും പുലിയാർ കോട്ടയിലെ ഈ കാട് മൂടിയ പ്രദേശത്തേക്ക് കൊണ്ടുവന്നത്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം അവർ ഈ കൊലപാതകം നടത്തിയ ശേഷം കാറിലെത്തി ഒളിച്ചിരുന്നത്. ഇപ്പോൾ എന്തായാലും കണ്ടെത്തിയിരിക്കുന്നത് കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി, വെട്ടുകത്തി ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ പ്രതി വിനീത് പാച്ചൂർ സ്വദേശിയാണ്. പ്രതി വിനീത് കാട്ടിലേക്ക് എറിഞ്ഞിരുന്നു. അപ്പോൾ അത് കണ്ടെടുക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ എന്തായാലും ഇന്നലെ രാത്രി ഈ ആൾട്ടോ 800 കാറിലെത്തി പ്രതികൾ പിന്നെ കാട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഇപ്പോൾ ഫോറൻസിക് സംഘം ഉൾപ്പെടെയുണ്ട്. പ്രതി തന്നെ എവിടേക്കാണോ വലിച്ചെറിഞ്ഞത് അതൊരു കവറിലാക്കിയാണ് വലിച്ചെറിഞ്ഞിരുന്നത്. അത് മുഴുവൻ പോലീസ് കണ്ടെടുക്കുകയാണ്. ഇപ്പോൾ ഫോറൻസിക് സംഘം അത് പരിശോധിക്കുകയാണ്. നിലവിൽ എന്തായാലും ഈ കൊലപാതകം ഉപയോഗിച്ച കത്തി ഉൾപ്പെടെ കവറിലുണ്ട് എന്ന് തന്നെയാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. അതിന്റെ ഭാഗമായാണ് തെളിവെടുപ്പിനായി ഇവിടേക്ക് എത്തിച്ചത്. ഇപ്പോൾ എന്തായാലും അത് കണ്ടെടുക്കുകയാണ്. ഈ കൃത്യത്തിന് ഉപയോഗിച്ച കത്തി ഉൾപ്പെടെയുള്ളവ കണ്ടെത്തുകയാണ്. ഫോറൻസിക് സംഘം ഉൾപ്പെടെയുണ്ട്. നിലവിൽ 4 പേർ അറസ്റ്റിലായതിൽ പാച്ചലൂർ സ്വദേശിയായ വിനീതാണ് ഇപ്പോൾ തെളിവെടുപ്പിനായി വിനീതിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ബാക്കി 3 മഞ്ചൂർ സ്റ്റേഷനിൽ തുടരുകയാണ്. കാരണം വിനീതാണ് ഈ ഘട്ടത്തിൽ ഈ കത്തി വലിച്ചെറിഞ്ഞതുമായി ബന്ധപ്പെട്ട മൊഴി പോലീസിന് നൽകിയത്. അതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ശരി, രാഹുൽജിനാഥാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. പ്രതികളിൽ ഒരാളെയാണ് ഇപ്പോൾ തെളിവെടുപ്പിനായി കൊണ്ടുവന്നിട്ടുള്ളത്. കൊലയ്ക്ക് ഉപയോഗിച്ച വെട്ടുകത്തി വലിച്ചെറിഞ്ഞ സ്ഥലത്ത് നിന്ന് വീണ്ടെടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഫോറൻസിക് പരിശോധനകളാണ് നടത്തുന്നത്. ഇപ്പോൾ തെളിവെടുപ്പിനായി കൊണ്ടുവന്ന പ്രതിയാണ് ഇതുമായി ബന്ധപ്പെട്ട മൊഴി നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അയാളെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. കാട് മൂടിക്കിടന്ന പ്രദേശത്തേക്ക് ഈ വെട്ടുകത്തികൾ വലിച്ചെറിയുകയാണ് ചെയ്തത്. പ്രതിയെ തെളിവെടുപ്പിനായി എത്തിച്ച് ആ വെട്ടുകത്തികൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാട്ടിലേക്ക് വലിച്ചെറിയുകയാണ് ചെയ്തത്. ഈ കൃത്യം നിർവഹിച്ച ശേഷം രാഹുൽ ജി നാഥ് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. രാഹുൽ, ഈ ഒരാളെ മാത്രമേ അപ്പോൾ ഇന്ന് തെളിവെടുപ്പിനായി കൊണ്ടുപോകൂ എന്നാണോ? മറ്റുള്ളവരെയും ഇന്ന് എല്ലാവരെയും കോടതിയിൽ ഹാജരാക്കേണ്ട ദിവസമല്ലേ? മോദി എല്ലാവരെയും ഹാജരാക്കും. ഇതിൽ ഏറ്റവും പ്രധാനമായി കൃത്യത്തിന് ഉപയോഗിച്ച കത്തി ഇവിടെയാണ് ഉപേക്ഷിച്ചത്, ഇവിടെയാണ് വലിച്ചെറിഞ്ഞത്. വിനീതിനെ മാത്രം ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇതിനുശേഷം ചമ്പക്കടയിലെത്തി, അതായത് ഈ കൊലപാതകം നടന്ന കൈതമുക്ക് ചമ്പക്കടയിലേക്ക് എല്ലാവരെയും കൊണ്ടുപോയി തെളിവെടുക്കാനുള്ള സാധ്യതയാണുള്ളത്. അവിടെ എല്ലാ പ്രതികളെയും പോലീസ് കൊണ്ടുപോകും. ശേഷമാകും പിന്നീടാകും കോടതിയിൽ കൊണ്ടുപോവുക. അപ്പോൾ എന്തായാലും ഇവിടെ ഈ വിനീത് വരാൻ കാര്യം ഈ വാഹനത്തിൽ നിന്നിറങ്ങി കത്തി ഇവിടേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പോലീസിനോട് കഴിഞ്ഞ ദിവസം രാത്രി മൊഴി നൽകിയിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ അത് കണ്ടെടുക്കാൻ പോലീസ് എത്തിയത്. പോലീസ് ഇപ്പോൾ ആ സ്ഥലമൊക്കെ സുരക്ഷിതമാക്കി മാറ്റുകയാണ് തെളിവെടുപ്പിന്റെ ബാക്കി തെളിവ് ശേഖരിക്കാനായി. ഒരുപക്ഷെ ഇവർ ആ വാഹനത്തിൽ നിന്നിറങ്ങി, കാറിൽ നിന്നിറങ്ങി ഈ കത്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുള്ള ഈ കവർ ഇവിടേക്ക് ഉപേക്ഷിച്ച ശേഷമാണ് ഈ കാട്ടിനുള്ളിലേക്ക് ഇരുന്നത്. ഇത് അത്ര വലിയ പ്രദേശമാണെന്ന് കാണുമ്പോൾ തോന്നുന്നില്ല. എങ്കിലും ഇന്നലെ അത്ര സമയം പോലീസ് ഇവിടെ ഈ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തുമ്പോൾ ഈ ആശുപത്രിയുടെ പരിസരങ്ങളിലും പിന്നീട് ഈ ഭാഗത്തുമൊക്കെയാണ് ഇവർ വിഹരിച്ചിരുന്നത്. ഇന്നലെ പറഞ്ഞതുപോലെ തൊട്ടപ്പുറത്ത് അതീവ സുരക്ഷാ മേഖലയാണ്. സദേൺ എയർ കമാൻഡിന്റെ ഓഫീസ് ഉൾപ്പെടെയുള്ളവ പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയില്ല. അവിടെ വലിയ സുരക്ഷാ വലയമാണ് ഉള്ളത്. നിലവിൽ എന്തായാലും കാർ ഉപേക്ഷിച്ച് അവർ അകത്തേക്ക് വന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ പോലീസിന് മനസ്സിലായിരുന്നു. കാരണം പോലീസായ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെയാണ് മണം പിടിച്ച് കറങ്ങി നടന്നത്. അപ്പോൾ പോലീസിന്റെ സംശയം ബലപ്പെടുകയായിരുന്നു. നിലവിൽ എന്തായാലും ഈ കത്തി ഉൾപ്പെടെയുള്ളവ കണ്ടെടുക്കുകയാണ്. പ്രതി പറഞ്ഞതുപോലെ ഒരു കവറിലാക്കി കൃത്യത്തിന് ഉപയോഗിച്ച കത്തി, അതായത് വാഹനത്തിൽ നിന്ന് 3 വെട്ടുകത്തികൾ കണ്ടെടുത്തിരുന്നു. പക്ഷെ അതല്ല ഇവർ ഈ കൃത്യം ചെയ്യാൻ ഉപയോഗിച്ചത്. ഇപ്പോൾ എന്തായാലും കവറിൽ നിന്ന് 3 വെട്ടുകത്തികൾ
4 വെട്ടുകത്തികൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഫോറൻസിക് സംഘം പരിശോധിക്കുകയാണ്. നിലവിൽ എന്തായാലും ഈ കത്തി വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞ പ്രതി വിനീതിനെ എത്തിച്ചാണ് ഇപ്പോൾ ഈ പരിശോധന നടത്തുന്നത്. ഈ രക്തപ്പാടുകളുമായി ബന്ധപ്പെട്ട് രക്തക്കറയൊക്കെ ഉണ്ടോ എന്ന് ഫോറൻസിക് സംഘം പരിശോധിക്കുകയാണ്. ഈ കത്തി തന്നെയാണ് ഉപയോഗിച്ചത്. പ്രതിയുടെ മൊഴി അത് വിശ്വസിക്കാൻ കഴിയുമെന്ന പരിശോധനയാണ് നടക്കുന്നത്. നിലവിലിവിടെ ഒരു ബാക്കി പ്രതികളിൽ ഒരാളായ വിനീതിനെ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. എത്തിച്ചത് ഈ കൃത്യം നിർവഹിച്ച ശേഷം വെട്ടുകത്തികൾ വലിച്ചെറിഞ്ഞു എന്ന് മൊഴി കൊടുത്ത ആ സ്ഥലത്താണ്. വിനീതാണ് അത് മൊഴി കൊടുത്തത്. ആ സ്ഥലത്ത് എത്തിച്ചാണ് പരിശോധനകൾ നടത്തുന്നത്. അവിടെ നിന്നും ഈ കത്തികൾ വെട്ടുകത്തികൾ വീണ്ടെടുക്കാനായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അതിലെ രക്തക്കറയും മറ്റും പരിശോധിച്ച് ഫോറൻസിക് പരിശോധനകൾക്ക് വിധേയമാക്കുകയാണ് ചെയ്യുന്നത്. പ്രതികളിൽ ഒരാളെയാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുള്ളത്. മറ്റുള്ളവരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിനീത് അടക്കമുള്ളവരെ എല്ലാവരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്ന ദിവസം കൂടിയാണ്. കൊലയ്ക്ക് ഉപയോഗിച്ച കത്തിയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. വിദഗ്ധ പരിശോധനകൾ സ്ഥലത്ത് പുരോഗമിക്കുകയാണ്.